നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യ ചബഹാർ തുറമുഖ നടത്തിപ്പിന് ഇറാനുമായുള്ള കരാറിൽ ഒപ്പുവെച്ചത് തിരിച്ചടിയായത് ചൈനയ്ക്കായിരുന്നു. പാക് മണ്ണിലൂടെയുള്ള ചരക്കു നീക്കം ഇന്ത്യയെ സംബന്ധിച്ച് അസാധ്യമായതിനാൽ തന്നെ കരമാർഗം യൂറോപ്പിലെത്തി അവിടെ നിന്ന് കരമാർഗം മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കുക എന്ന വഴി മാത്രമേ ഇന്ത്യക്ക് മുന്നിലുള്ളൂ. എന്നാൽ ആ മാർഗം വളരെ ചിലവേറിയതാണ്. അങ്ങനെയുള്ളപ്പോൾ അഫ്ഗാൻ ആവശ്യമായ ചരക്കുകൾ എത്തിക്കാൻ ഇന്ത്യക്കുള്ള എളുപ്പ വഴിയാണ് ചബഹാർ. അതുകൊണ്ട് തന്നെ ചബഹാർ ഇന്ത്യക്ക് പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഇത് നിലവിൽ വരുന്നതോടെ വെട്ടിലാവുന്നത് ചൈനയാണ്. ഇന്ത്യക്ക് ചുറ്റും തുറമുഖങ്ങൾ തീർത്ത് ഇന്ത്യയെ കെണിയിലാക്കാനുള്ള ശ്രമമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം സ്ഥാപിച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ചൈനയുടെ തന്ത്രപരമായ നയമാണ് സ്ട്രിംഗ് ഓഫ് പേൾസ്. ജിബൂട്ടിലെ സൈനിക താവളം ചൈന നവീകരിക്കുന്നു എന്ന രീതിയിൽ ഇടയ്ക്ക് പുറത്തു വന്ന വാർത്തയും ഇതിന്റെ ഭാഗമാണ്. കടക്കണി തന്ത്രത്തിലൂടെയും ചൈന നല്ലൊരു പങ്ക് രാജ്യങ്ങളിലും ആധിപത്യം ഉറപ്പിച്ചു. ചബഹാറിന്റെ നിയന്ത്രണം ഇന്ത്യയുടെ കൈകളിൽ എത്തുന്നതോടെ ഇന്ത്യയും ആ മേഖലകളിൽ വ്യക്തമായ സാന്നിധ്യം ഉറപ്പിക്കാനാകും. ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസിനെതിരെ മറുതന്ത്രമായി ഇന്ത്യ പുറത്തിറക്കിയത് നെക്ലസ് ഓഫ് ഡയമണ്ട് നയത്തിന്റെ ഭാഗമായും ഇതിനെ കാണാം. കൂടാതെ ആധുനിക പട്ടുപാത എന്ന് വിശേഷിപ്പിക്കാവുന്ന ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന ഷീ ജിൻപിങ്ങിന്റെ സ്വപ്ന പദ്ധതിയും അതിന്റെ ഭാഗമായി നവീകരിച്ച പാകിസ്ഥാന്റെ ഗ്വാദർ തുറമുഖത്തിന് ചബഹാറും INCTയും തിരിച്ചടിയാണ്. INCT സജീവമാകുമ്പോൾ അത് ചൈനയ്ക്ക് ഉയർത്തുന്ന INSTCയിലൂടെ ഇന്ത്യയുടെ ചരക്കു നീക്കം വേഗത്തിലാകുന്നതും രാജ്യത്തിന് പദ്ധതിയിൽ വലിയ പ്രാധാന്യം ലഭിക്കുന്നതും ചൈനയ്ക്ക് വെല്ലുവിളിയാണ്. ഒപ്പം ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് സാമ്പത്തിക ബാധ്യതയാകുമോ എന്ന് പേടിച്ച് ചില രാജ്യങ്ങൾ മാറി നിൽക്കുന്നതും ചൈനയ്ക്ക് തിരിച്ചടിയാണ്. ഇറ്റലി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ BRIയിൽ നിന്ന് പിന്മാറിയിരുന്നു. യൂറോപ്പിലെ വ്യാപാരികളെ സംബന്ധിച്ചും ആകർഷകമായ ഒന്നാണ് INSTC. സൂയിസൈഡ് കനാലിലുള്ള വാണിജ്യപാതയേക്കാൾ 15 ദിവസങ്ങൾ കുറവ് മതി INSTC വഴിയുള്ള ചരക്കു നീക്കം. ആ സാഹചര്യത്തിലും ഇടനാഴി കൊണ്ട് ഇന്ത്യക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാം. നീണ്ട കാലത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് ചബഹാർ തുറമുഖത്തിന്റെ ഷാഹിദ് ബെഹ്സ്തി ടെർമിനലിന്റെ നടത്തിപ്പിനായി ഇന്ത്യയും ഇറാനും കരാർ ഒപ്പിടുന്നത്. 10 വർഷത്തേക്ക് ഇന്ത്യക്കാണ് നടത്തിപ്പ് ചുമതല. ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യ ഏറ്റെടുക്കുന്നതും ഇതാദ്യം. ഇറാന്റെ നിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇറാനിയൻ തുറമുഖവും ചബഹാർ തന്നെ. കൂറ്റൻ ചരക്ക് കപ്പലുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് എത്താൻ കഴിയുന്ന മേഖലയിലാണ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. വലിയ ഇന്ധന നിക്ഷേപമുള്ള മേഖലയാണിതെന്നാണ് ശ്രദ്ധേയം. ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ത്രികക്ഷി വ്യാപാരത്തിനും വാണിജ്യത്തിനും തുറമുഖം സഹായകരമാകുമെന്നാണ് കേന്ദ്ര തുറമുഖ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ചബഹാറിൽ $120 മില്യൺ ഇന്ത്യ നിക്ഷേപിച്ചത്. തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പദ്ധതിക്കായി $250 മില്യൺ വായ്പയായും നൽകും. ചബഹാർ തുറമുഖം ഏറ്റെടുക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2002 ഇറാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ഹസൻ റുഹാനി പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഖദാമിയുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ ഇന്ത്യൻ ദേശീയ ഉപദേഷ്ടാവായ ബ്രിജേഷ് മിശ്രയുമായി ചർച്ച നടത്തിയിരുന്നു. 2003 ജനുവരിയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയിയും ഖദാമിയും കരാർ ഒപ്പിട്ടു. എന്നാൽ ആ സമയത്താണ് അമേരിക്ക ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയത്. അതോടെ ഇറാനുമായുള്ള ഇടപാടുകൾ ഉപേക്ഷിക്കാൻ ഇന്ത്യ നിർബന്ധിതരായി. ഇന്ത്യ ചബഹാർ തുറമുഖം നടത്തിപ്പിന് ഇറാനുമായുള്ള കരാറിൽ ഒപ്പുവെച്ചത് അഫ്ഗാനിസ്ഥാനുമായും മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങൾക്കുള്ള കവാടമായി ചബഹാർ മാറുമെന്ന പ്രതീക്ഷയോടെയാണ്. കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും ഇറാൻ ഗതാഗത മന്ത്രി മെഹർസാദ് ബസർപാഷിന്റെയും സാന്നിധ്യത്തിൽ കേന്ദ്രത്തിന് കീഴിലുള്ള ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് കമ്പനിയും ഇറാനിലെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. എന്നാൽ ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതോടെ ഈ കരാറിന്റെയും പാതയുടെയും ഭാവി എന്താവും എന്നൊരു ആശങ്കയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത്. എന്താവും പദ്ധതിയോടുള്ള പുതിയ ഭരണകൂടത്തിന്റെ സമീപനം എന്നതാണ് ആശങ്കയ്ക്ക് കാരണം. ഇതോടെ ചബഹാർ കരാർ അട്ടിമറിക്കാൻ ചൈന എന്തും ചെയ്തേക്കുമെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ ചൈനയുടെ പങ്കിനെ കുറിച്ചുള്ള സംശയങ്ങളും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.